നമസ്കാരം. ഇന്ന് നമ്മളൊരു ബ്ലൗസ് വർക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. എന്നും നമ്മൾ സ്റ്റിച്ചസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു ബ്ലൗസ് ഡിസൈൻ കാണാം. ഇത് ഒരുപാട് പേര് കമൻസും എൻക്വയറിയൊക്കെ ചെയ്ത ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തായിരുന്നു. ഇത് സ്ലീവ് ഡിസൈനാണ്. സ്ലീവ് മാത്രമേ ഇതിൽ ഡിസൈനിങ് വന്നിട്ടുള്ളൂ. നെക്കൊക്കെ നമ്മൾ പ്ലെയിനായിട്ട് സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൽ മാത്രം വർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തതാണ്. ഇത് പാച്ച് വർക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് കമൻസ് പറയുകയും അതുപോലെ എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്തു. ചേച്ചി ഇത് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഓർഡർ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. പകരം ഞാനിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈസിയാണ്, ഒരുപാട് പാടൊന്നുമില്ല. ഇത് പാച്ച് വർക്ക് ഡിസൈനാണ്. ഈ ഒരു പാച്ച് വർക്ക് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ പിന്നെയും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കി സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസാണ്. ഫ്രഞ്ച് നോട്ട്സും അതുപോലെ ബീഡ്സ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ബീഡ്സ് സെമി ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഫ്രഞ്ച് നോട്ട് നമ്മൾ ബേസിക് ലെവൽ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം. ഇവിടെ ഈ ഉള്ളിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്. അതുപോലെ സൈഡിൽ ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്. അടിവശത്തും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഫുൾ സ്ലീവ് ഇതേപോലെ ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ അടിവശത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കൂടി കൊടുക്കണം. അതുകൊണ്ടാണ് താഴെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി പാച്ച് വർക്ക് ചെയ്യേണ്ട സ്ഥലം നമുക്ക് മാർക്ക് ചെയ്യാം. പാച്ച് വർക്ക് ഞാനിവിടെ 4 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫുൾ സ്ലീവ് നമുക്ക് ഇതേപോലെ തന്നെ 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുക്കണം. നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം അവിടെ മാത്രമല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ മാത്രം ലൈൻ വരച്ചു കൊടുക്കുക. 4 ഇഞ്ചിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ബോക്സിനുള്ളിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഞാനിവിടെ സൈഡ് കൂടി ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് അവിടെയും കൂടി ആ പാച്ച് വർക്കിൻ്റെ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് പാച്ച് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് ജോയിൻറ്റ് ചെയ്യണം. ഞാനിവിടെ ബ്ലാക്ക് കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും കോൺട്രാസ്റ്റ് കളർ ക്ലോത്താണ് പാച്ച് വർക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. 4 ഇഞ്ചിൽ നമ്മൾ ലൈൻ മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഈ ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ബ്ലാക്ക് ക്ലോത്ത് ആ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ താഴെ ആകരുത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു 1/2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ബ്ലാക്ക് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. മുകളിൽ മാത്രമല്ല നമുക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടത്, താഴ്വശത്തും കൂടി സ്റ്റിച്ച് കൊടുക്കണം. മുകളിൽ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ താഴെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, താഴത്തെ ഈ ഒരു ലൈനിലും നമുക്ക് ഈ ബ്ലാക്ക് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണം. ക്ലോത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിക്കാം. റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലേക്ക് ബ്ലാക്ക് ക്ലോത്ത് ഇതേപോലെ വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ക്ലോത്ത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ലൂസാവും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടൈറ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. കറക്റ്റ് ലൈനിൽ തന്നെ സ്റ്റിച്ച് വരാൻ ശ്രദ്ധിക്കണം. ലൈനിന് താഴേക്ക് വരാൻ പാടില്ല. ലൈനിന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്ന പോർഷനാണ്. പക്ഷേ ലൈനിന് താഴേക്ക് സ്റ്റിച്ച് വരില്ല കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ചുരുങ്ങാതെയും ശ്രദ്ധിക്കണം. തുണി ചിലപ്പോൾ ചുരുക്കം വരും. അപ്പോൾ തുണി ചുരുക്കമൊന്നും വരാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് വരണം. ഇപ്പോൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെ റെഡ് കളർ ക്ലോത്തിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈൻ കൂടി സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെയാണ് വരുന്നത്. ഇതേ കണ്ടോ, റെഡ് കളറിൽ 4 ഇഞ്ചിൽ നമ്മൾ ബ്ലാക്ക് കളർ ക്ലോത്ത് അറ്റാച്ച് ചെയ്തു. ഇനി ഈ റെഡ് കളർ ക്ലോത്തിൽ ഏറ്റവും താഴെ നമ്മളൊരു ലൈൻ വരച്ചിട്ടില്ലേ, ഈ ലൈനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചുളിവൊന്നും വരാത്ത രീതിയിൽ ക്ലോത്ത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. തുണിയിൽ ചുരുക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തുണി നല്ല സൂക്ഷിച്ച് ചുരുക്കമൊന്നും വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു സൈഡും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ക്ലോത്ത് അറ്റാച്ച് ചെയ്ത ശേഷം ഞാൻ സ്ലീവ് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ലീവിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ.
ഇനി മുകളിലേക്ക് 4 ഇഞ്ച് ബ്ലാക്ക് ക്ലോത്ത് ചെയ്തിട്ടുണ്ട്. സൈഡിലും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ക്ലോത്ത് കൊടുത്തത് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈനാണിത്. ഞാൻ മെഷർമെൻറ്റ് കൂടി കാണിക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഈ 2 ലൈനില്ലേ, ഈ 2 ലൈൻ 4 ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ക്ലോത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് ഡിസൈൻ ചെയ്യുമ്പോഴും വ്യത്യാസം വരും. അതുകൊണ്ട് എപ്പോഴും എല്ലാം ഒരേ മെഷർമെൻറ്റിൽ തന്നെ ചെയ്യാൻ നോക്കണം. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്കൊരു സ്റ്റെൻസിൽ തയ്യാറാക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ വീതി കൂടി നോക്കണം. വീതി നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വീതി നോക്കല്. നമ്മൾ ഏറ്റവും മുകളിൽ 4 ഇഞ്ച് ലൈൻ മാർക്ക് ചെയ്തില്ലേ, ആ ഏറ്റവും മുകളിലത്തെ വീതിയാണ് നോക്കേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും എത്രയാണോ കൈയുടെ വീതി അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം കൈയുടെ വീതി 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ നമ്മൾ ഡിസൈൻ ചെയ്യത്തില്ല. 6 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യൂ. അതുപോലെ മുകളിലത്തെ വീതി എത്രയാണോ ആ ഒരു വീതിയിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ സ്റ്റെൻസിൽ തയ്യാറാക്കണമെന്ന് പറഞ്ഞല്ലോ. സ്റ്റെൻസിൽ തയ്യാറാക്കാൻ നമ്മൾ ഫുള്ള് ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കണം. ഫുൾ ലെങ്ത് എത്രയുണ്ടോ അത്രയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ 2 സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് വെച്ച് കുറച്ചു. 2 സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് വെച്ച് കുറച്ചതിന് ശേഷം എത്രയാണോ ബാലൻസ് ഉള്ളത് അത്രയും വീതിയിലാണ് സ്റ്റെൻസിൽ തയ്യാറാക്കേണ്ടത്. സ്റ്റെൻസിൽ തയ്യാറാക്കാൻ ഇതേപോലെയുള്ള ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പറോ യൂസ് ചെയ്താലും മതി. ചാർട്ട് പേപ്പർ ആകുമ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി നമ്മുടെ ആക്ച്വൽ എത്രയാണോ മെഷർമെൻറ്റ് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് എത്ര വരുന്നോ അത്രയാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. അതുപോലെ നീളം 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പാച്ച് വർക്ക് നമ്മൾ 4 ഇഞ്ച് നീളത്തിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് 4 ഇഞ്ച് ഹൈറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിനെ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് 2ആയിട്ട് മടക്കണം. ഈ ഷീറ്റിനെ വീണ്ടും 2ആയിട്ട് മടക്കണം. ഇപ്പോൾ മൊത്തം 4 ഫോൾഡ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും 2ആയിട്ട് മടക്കുക. ഇപ്പോൾ ടോട്ടൽ 8 ഫോൾഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ സൈഡ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലും ക്ലോസ് സൈഡ് എൻ്റെ റൈറ്റ് ഹാൻഡിലുമാണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. 3 പ്രാവശ്യം നമ്മൾ ഈ ഒരു പേപ്പറിനെ മടക്കുന്നുണ്ട്. ഇനി മുകളിൽ നിന്ന് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്ലോസ്ഡ് സൈഡിലാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഇതേപോലെ ഒരു യു ഷേപ്പ് കൊടുക്കണം. മുകളിൽ നിന്ന് താഴേക്കും ഇതേപോലെ തന്നെ ചരിച്ച് യു ഷേപ്പിൽ വരയ്ക്കണം. സെൻറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ മതി. മുകളിലും താഴെ മാത്രം ആ ഒരു കർവ് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പേപ്പറിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. നമ്മൾ 3 പ്രാവശ്യം മടക്കി എടുത്തിട്ടുണ്ടല്ലോ. മാത്രമല്ല ചാർട്ട് പേപ്പർ ആകുമ്പം കുറച്ച് കട്ടിയുള്ള പേപ്പറും കൂടിയാണ്. അപ്പോൾ കത്രിക നല്ല ഷാർപ്പായിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. കത്രിക ഷാർപ്പ് അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലവും ഒരേ ഷേപ്പിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ യൂസ് ചെയ്യണം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതുപോലൊരു വേവ് ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ സെൻറ്റർ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യണം. ഞാൻ ആ പേപ്പറിൽ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, ആ സെൻറ്റർ പോയിൻറ്റിലേക്ക് ഇതേപോലെ മുകൾ വശവും താഴ്വശവും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്ക് പാച്ച് വർക്ക് ചെയ്യേണ്ട ബ്ലാക്ക് ക്ലോത്തിലാണ് ഈ ഒരു വേവ് ഡിസൈൻ വെക്കേണ്ടത്. ഈ ഡിസൈൻ ഡയറക്റ്റ് ക്ലോത്തിൽ വെച്ച് വരയ്ക്കല്ല്. ആദ്യം ബോൾ ഹെഡ് പിൻ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്യണം. 2 സെൻറ്റർ പോയിൻറ്റും ഇതേപോലെ വെച്ച് കൊടുക്കുക. പേപ്പറിൻ്റെയും അതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒരേ രീതിയിൽ വെച്ച് കൊടുത്ത് പിൻ ചെയ്യണം. ഇനി 2 സൈഡിലും മൂവ് ആകാത്ത രീതിയിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡിസൈൻ പാച്ച് വർക്ക് ചെയ്യേണ്ട ആ ഒരു ബ്ലാക്ക് ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യണം. കറക്റ്റ് ആ ഒരു പേപ്പർ എൻഡ് ചെയ്യുന്നിടത്ത് തന്നെ ഡ്രോ ചെയ്യണം. ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വളഞ്ഞും തിരിഞ്ഞും ഒന്നും പോവല്ല്. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാച്ച് വർക്ക് ചെയ്യുന്നതും അതുപോലെ സ്റ്റെൻസിൽ തയ്യാറാക്കുന്നതും. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലൗസ് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പിൻസ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതേപോലെയാണ് നമുക്ക് ട്രേസ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഈ ട്രേസ് ചെയ്ത ലൈനിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. അതിനായിട്ട് 18 ഇഞ്ച് ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്യാം.
സ്ലീവിൻ്റെ ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ജെറി ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോത്ത് ഡബിൾ ലെയർ ആണ്. മുകളിൽ പാച്ച് വർക്കിൻ്റെ ബ്ലാക്ക് ക്ലോത്തും അതേപോലെ ബ്ലൗസിൻ്റെ റെഡ് ക്ലോത്തും ഉണ്ട്. അപ്പോൾ രണ്ടിലും കൂടി ഒരുമിച്ചാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ക്ലോത്തിന് കുറച്ച് കട്ടി കൂടുതൽ തോന്നും. നീഡിൽ കുത്തി ഇറക്കാനും അതുപോലെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ നീഡിൽ 90 ഡിഗ്രിയിൽ പിടിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലോത്തും നല്ല ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. ക്ലോത്ത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പം ഈ ഒരു 2 ക്ലോത്തിൻ്റെയും കൂടെ ഇടയിൽ നീഡിൽ കുരുങ്ങും. പിന്നെ നമുക്ക് നീഡിൽ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് എപ്പോഴും ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. ഈ ചെയിൻ സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറുകയോ ഒന്നും ചെയ്യല്. നമ്മൾ ഡ്രോ ചെയ്ത ആ ഒരു ലൈൻ ഫുള്ള് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മൾ വരച്ചേക്കുന്ന ലൈനിലൂടെ തന്നെ കൊടുക്കണം. കാരണം നമ്മൾ ഈ ഒരു കൊടുക്കുന്ന ചെയിൻ സ്റ്റിച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഡിസൈനും കൂടി അതേപോലെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് ഈ ചെയിൻ സ്റ്റിച്ച് ആ ഒരു വേവ് ഡിസൈനിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വേവ് ഡിസൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്